കന്യാകുമാരി റോക്ക്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് സംസ്ഥാനത്തെ തീരദേശ പട്ടണമാണ് കന്യാകുമാരി. സൂര്യോദയവും സൂര്യാസ്തമയവും ദർശിക്കാൻ കഴിയുന്ന ഇവിടേക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എല്ലാ സീസണിലും സഞ്ചാരികളുടെ പ്രവാഹം തന്നെയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ മുനമ്പിനെ കേപ്പ് കോമറിൻ എന്നറിയപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് കന്യാകുമാരി എന്ന് പുനർനാമകരണം ചെയ്തു. 1672 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് കന്യാകുമാരി. എന്നാൽ സാക്ഷരതയിൽ ഈ ജില്ല ഏറെ മുന്നിലാണ്. വെസ്റ്റേൺ ഗാട്സിലെ പർവ്വതനിരകളുടെ തുടക്കം ഈ ജില്ലയിൽ നിന്നാണ്. ആധുനിക കന്യാകുമാരിയുടെ സൃഷ്ടാവ് എന്ന് വേണമെങ്കിൽ AD 1729 മുതൽ AD 1758 വരെ തിരുവിതാംകൂർ ഭരിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അറേബ്യൻ കടലിന്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും സംഗമ സ്ഥാനമാണ് കന്യാകുമാരി. ഭൂമിശാസ്ത്രപരമായി അനുഗ്രഹീത പുണ്യഭൂമിയായ കന്യാകുമാരി മുനമ്പിൽ നിന്നും 100 മീറ്റർ അകലം മാത്രമാണ് വിവേകാനന്ദ സ്മാരകത്തിലേക്കുള്ളത്. ഇതിന് സമീപമുള്ള പാറപ്പുറത്താണ് തിരുക്കുറലിന്റെ കർത്താവായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സ്മാരകങ്ങളിൽ എത്താൻ തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ബോട്ട് സർവീസ് ഉണ്ട്. നിശ്ചിത തുകയ്ക്ക് ടിക്കറ്റുമായി എത്തുന്ന എല്ലാ സഞ്ചാരികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ബോട്ടിൽ കയറുന്നതിന് മുൻപ് ലൈഫ് ജാക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു. ബോട്ടിൽ കയറുന്ന എല്ലാ സഞ്ചാരികളെയും ബോട്ടിന്റെ സീറ്റിൽ നിർബന്ധമായും ഇരുത്തി സുരക്ഷ ഒന്നുകൂടി ഉറപ്പാക്കുന്നു. ഈ ബോട്ടിൽ കടലിലൂടെയുള്ള യാത്ര വളരെ ആനന്ദദായകം തന്നെയാണ്. വിവേകാനന്ദ സ്മാരകത്തിന്റെ കടവിലടുത്താൽ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി അവിടെ ഇറക്കിയ ശേഷം അതിനു മുൻപ് വന്ന യാത്രക്കാരെ മടക്കിക്കൊണ്ടുപോകുന്നു. ഈ പാറപ്പുറത്തുള്ള വിവേകാനന്ദ സ്മാരക മണ്ഡപം ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അതിമനോഹര നിർമ്മിതിയാണ്. അതിനടുത്തായി കന്യാകുമാരി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടവും അതിന് തൊട്ടടുത്തായി പ്രൗഢ ഗാംഭീര്യത്തോടെയുള്ള തിരുവള്ളുവരുടെ പ്രതിമയും. ഇവയ്ക്കിടയിലൂടെ കരയിലേക്ക് നോക്കുമ്പോൾ ഒരു ടൂറിസ്റ്റിനുണ്ടാകുന്ന വിവരണാതീതമായ ഒരു അനുഭൂതി അത് ഒരു തവണയെങ്കിലും ആസ്വദിക്കണമെങ്കിൽ ഈ പവിത്രമായ പാറപ്പുറത്തെത്തിയാൽ മാത്രമേ ആസ്വാദ്യകരമാകൂ. അല്ലാതെ എത്ര വിവരിച്ചാലും പൂർണ്ണതയിലെത്തില്ല. വിവേകാനന്ദ സ്വാമിയുടെ ധന്യതയാർന്ന ധ്യാനം നടന്ന ഈ പാറപ്പുറത്തിന്റെ മാസ്മരികതയും അദ്ദേഹത്തിൽ ഉളവായ അനുഭൂതിയും അദ്ദേഹത്തിന് മാത്രം സ്വായത്തമായവയാണ്. ഇവിടെ നിൽക്കുമ്പോഴുള്ള ശക്തമായ കാറ്റും നീലിമയാർന്ന ജലാശയത്തിലൂടെ കടന്നു പോകുന്ന മറ്റ് ജലയാനങ്ങളുടെ പ്രയാണവും നമുക്ക് മറ്റൊരു അനുഭൂതി പ്രദാനം ചെയ്യുന്നു. ചിത്രാ പൗർണമി നാളിൽ സൂര്യന്റെ അസ്തമയവും പൂർണ്ണചന്ദ്രന്റെ ഉദയവും ഒരേ ഹൊറിസോണിൽ ഒരേ സമയം ദർശിക്കാൻ കഴിയുന്ന ലോകത്തെ അപൂർവ സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലവും ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലവുമാണ് ഈ കന്യാകുമാരി മുനമ്പ്. ഇന്ത്യയിലെ പ്രസിദ്ധ പട്ടണങ്ങളായ പോണ്ടിച്ചേരി, കേരളത്തിലെ തിരുവനന്തപുരം, തമിഴ്നാട്ടിലെ മധുര, കോയമ്പത്തൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കന്യാകുമാരി പുതുഗ്രാമം ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സർവീസ് ഉണ്ട്. നാഗർകോവിൽ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും 21 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 90 കിലോമീറ്ററും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും 77 കിലോമീറ്ററും ദൂരമുണ്ട് കന്യാകുമാരിയിലേക്ക്. ചേര ചോള പാണ്ഡ്യ സംസ്കാരങ്ങൾ പേറുന്ന കന്യാകുമാരി എന്ന പുണ്യഭൂമി തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ആത്മനിർവൃത്തി നൽകുന്ന സ്ഥലമാണ്. കന്യാകുമാരി ദേവിയുടെ നാമം കൊണ്ട് ധന്യമായ ഈ ഭൂമി ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഭൂപ്രദേശമാണ്.
ലോക ജനതയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഈ പുണ്യഭൂമിയിലെ പ്രസിദ്ധമായ രണ്ട് നിർമ്മിതികളാണ് വിവേകാനന്ദ സ്മാരകവും തിരുവള്ളുവർ പ്രതിമയും.